ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിജയനെ നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ തളച്ചിട്ടു എന്നുള്ളതാണ്. വിജയൻ അതിനൊക്കെ പുറത്തേക്ക് വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ വിജയനെ കാണുന്നത് ഈ ഖസാക്കിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്താണ് വിജയൻ്റെ എഴുത്ത്. നമ്മൾ ഡൽഹിയിലുള്ള കാലത്ത് വിജയൻ വരച്ചിട്ടുള്ള കാർട്ടൂണുകൾ, അതുപോലെ തന്നെ വിജയൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ഇംഗ്ലീഷിൽ എഴുതുന്ന ലേഖനങ്ങളൊക്കെ ഉണ്ടല്ലോ അന്ന്. അത് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള പത്രത്തിൽ അക്കാലത്ത് വിജയൻ്റെ കാർട്ടൂൺ വരെ വരുന്നത്. ഞങ്ങളൊക്കെ കാത്തു നിൽക്കുമായിരുന്നു രാവിലെ ആ കാർട്ടൂണ് കാണാൻ വേണ്ടി. അതുപോലെ ഇംഗ്ലീഷിൽ എഴുതുന്ന അതിമനോഹരമായിട്ടുള്ള ലേഖനങ്ങളുണ്ടായിരുന്നു. പിന്നീട് വിജയൻ ഒട്ടും പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളല്ല. ഇത് പ്രായോഗിക ബുദ്ധിയുള്ള എല്ലാ എഴുത്തുകാരും എല്ലാവരും തന്നെ, വായനക്കാരും നമ്മളെല്ലാവരും തന്നെ വളരെയധികം പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക ബുദ്ധിയോടെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ വിജയൻ അത് ഉണ്ടായിരുന്നില്ല. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം അന്ന് കംബോഡിയയിലെ ഭരണാധികാരി രാജാവ് നോറോദോം സിഹാനൂക്ക്, കംബോഡിയയിലെ പ്രിൻസ് അയാളാണ് അവിടുത്തെ ഭരണാധികാരി. അദ്ദേഹം വിജയൻ്റെ ഈ കാർട്ടൂണുകളും എല്ലാം കണ്ടിട്ടും ഇംഗ്ലീഷ് ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് വിജയനെ കംബോഡിയയിലേക്ക് ക്ഷണിച്ചു. അവിടുത്തെ രാജാവാണ് ക്ഷണിക്കുന്നത്. വിജയൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ്, ഭയം കൊണ്ടാണ്. വിജയൻ്റെ ഭയങ്കരമായിട്ടുള്ള ഭയമാണ് വിജയൻ എല്ലാവരെയും, ദൈവത്തെയും ഭയമാണ്, ഇന്ദിരാഗാന്ധിയെയും ഭയമായിരുന്നു, എല്ലാവരെയും ഭയമായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ വിജയൻ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ. വിമാനത്തിൽ ഒരിക്കൽ പോലും കയറിയില്ല എന്ന് ഫ്ലൈറ്റിൽ ഒരിക്കലും കയറിയിട്ടില്ല എന്ന് ആരോ പറഞ്ഞു കേട്ടു വിജയൻ. ഇല്ല, കാര്യം വിജയൻ ലോകത്തിൽ എവിടെയും സഞ്ചരിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പം പല ഇതിൽ ചില ഏതൊരു നോവലിലൊക്കെ തലമുറകളിലാണോ എന്ന് എനിക്കറിയില്ല, ജർമ്മനിയെ പറ്റിയൊക്കെ പറഞ്ഞു. ജർമ്മനിയിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ ഭയമാണ്, എട്ടുകാലിയ ഭയമാണ്. റോഡ് മുറിച്ച് കിടക്കാൻ, റോഡ് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന അറിയാമോ റോഡിൽ. ഞാൻ വിജയനെ കാണുന്ന ആദ്യത്തെ വിഷ്വൽ അതാണ്. നമ്മൾ EMSനെ പറ്റി പറഞ്ഞില്ല, അതുപോലെ ഞാനിങ്ങനെ ആ ഡൽഹിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണാട്ട് പ്ലേസിൽ വിജയൻ ഇങ്ങനെ നിൽക്കുന്നു റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അന്നത്തെ വിജയൻ ഇന്നത്തെ വിജയനല്ല കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ടല്ലോ വിജയൻ്റെ, വിനയൻ്റെ ഫോട്ടോ, പാലക്കാട്ട് വിജയൻ സന്യാസിയെ പോലെയുള്ളൊരു, അതല്ല, അതിസുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. വളരെ ഹൈറ്റുണ്ട്, മനോഹരമായിട്ടുള്ള മുടി, ഏറ്റവും പുതിയ രീതിയിൽ തയ്പ്പിച്ചിട്ടുള്ള കോട്ട്, കയ്യിൽ വലിയൊരു ബാഗ്, ഇതൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നിന്ന് വിജയനെ കാണുമ്പം ഇങ്ങനെയുള്ള വിജയൻ റോഡിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പം മുറിച്ച് കിടക്കാൻ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാല് വെക്കും, അപ്പോഴേ ഒരു വാഹനം വരുമ്പോൾ കാല് പിറകോട്ട് വെക്കും. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. റോഡ് മറ്റു പലരും ആ സമയം കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് വിജയന് എൻ്റെ മനസ്സിലുള്ള ഒരു വിഷ്വൽ. കേട്ടോ, ഇത്രയും അതിസുന്ദരനായിട്ടുള്ള, വളരെ ഫാഷനബിളായിട്ടുള്ള കോട്ടും പാൻറ്റൊക്കെ ധരിച്ചിട്ടുള്ള വിജയൻ കയ്യിൽ ബാഗൊക്കെ ഇങ്ങനെ നിന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നത്. അതാണ് ആ വിജയനെ കൊണ്ട് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൊരു ദൃശ്യം. ഞാൻ പിന്നീട് വിജയനായിട്ട് വളരെ അടുത്തു. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലാണ്. ഞങ്ങളൊരു 10-12 വയസ്സിന് വ്യത്യാസമുണ്ട് അത്രയും. അപ്പം വിജയൻ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. ബഹുമാനം ഞാൻ എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എഴുത്തിൽ മറ്റുള്ളവർക്കറിയില്ല. അവർ എൻ്റെയും വിജയൻ്റെയൊക്കെ പേരുകളന്ന് ഇങ്ങനെ കോയൻ ചെയ്ത് കാക്കനാടൻ വിജയൻ മുകുന്ദൻ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ വാസ്തവത്തിൽ വിജയനിൽ നിന്ന് വളരെ താഴെയായിരുന്നു, എല്ലാം കൊണ്ടും, പ്രായം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും ഒക്കെ. പക്ഷെ എനിക്ക് ഒരുപാട് ആരാധനയായിരുന്നു. എനിക്ക് നല്ല ചില ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് വിജയൻ. എഴുത്തിൻ്റെ കാര്യത്തിൽ അമിതമായി എഴുതരുന്നൊക്കെ എന്നെ ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വിജയനെ പറ്റി ഒരുപാട് പറയാം. വിജയന് ഭക്ഷണം കൊണ്ടൊക്കെ കൊടുക്കുന്നത് ഞാൻ സാധാരണ പറയല്ല. മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫ് VK മാധവൻകുട്ടി വിജയന് ചോറും മത്സ്യക്കറിയും വലിയ ഇഷ്ടമാണ്. അപ്പോൾ തനിയെ താമസിക്കുകയാണ്. അപ്പം അവിടെ ഒരു ഭക്ഷണം ഇത് കൊടുക്കാൻ അവിടുത്തെ ഉത്തരേന്ത്യക്കാരി ഒരു സ്ത്രീയുണ്ട്. അവരെന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ചപ്പാത്തിയൊക്കെ. അപ്പം മാധവൻകുട്ടി വെജിറ്റേറിയനാണ്. പക്ഷേ മാധവൻകുട്ടിയുടെ ഭാര്യ വെജിറ്റേറിയൻ അല്ല. അപ്പോൾ ഇടയ്ക്ക് അവിടെ മത്സ്യം വാങ്ങുമ്പോഴും മത്സ്യക്കറി ഉണ്ടാക്കുമ്പോഴും മാധവൻകുട്ടി എന്നെ വിളിക്കും. അംജദ് അലി ഖാനെ വിളിക്കും. ചിലപ്പോൾ അംജദ് അലി ഖാൻ സരോദ് വാദകൻ, അദ്ദേഹവും വരും വിജയൻ്റെ ഭാര്യയുടെ മത്സ്യക്കറി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഈ മത്സ്യക്കറി പാത്രത്തിലാക്കിയിട്ട് ഞാനും മാധവൻകുട്ടിയും വിജയൻ്റെ അടുത്ത് പോകും.
കേട്ടോ. ഞാൻ ലഞ്ച് ബ്രേക്ക് എനിക്ക് കുറച്ച് സമയമുണ്ട്, ആ സമയത്താണ് പോവുക. അവിടെ പോയിട്ട് വിജയന് പിന്നെ വിളമ്പി കൊടുക്കും ഭക്ഷണം കേട്ടോ. വിജയനെ അവിടെ പിടിച്ചിരുത്തി. പിന്നെ വിജയൻ്റെ വീട്ടിൻ്റെ പരിസരത്തിലൊക്കെ വാഴകളൊക്കെ ഉണ്ട്. ചാണക്യപുരിയിലാണ്, നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ്. ഡൽഹിയിലെ ഏറ്റവും പിന്നെ സമ്പന്നരായിട്ടുള്ള ആളുകൾ, അംബാസഡർമാർ, ഇവരൊക്കെ താമസിക്കുന്നതാണ് ചാണക്യപുരി. അവിടെയായിരുന്നു വിജയൻ്റെ താമസം. അവിടെ വിജയൻ്റെ വീട്ടിൻ്റെ പരിസരത്തിൽ വാഴയിലകളൊക്കെ ഉണ്ട്, വാഴയുണ്ട്. അപ്പം മാധവൻകുട്ടി വാഴയില വെട്ടി അവിടെ കൊണ്ടുവച്ചു, കൈ വൃത്തിയാക്കി അതിൽ ചോറും മീൻ കറിയൊക്കെ വിളമ്പി കൊടുത്തു. അപ്പം ഞാനും അതിൽ പങ്കാളിയാണ്. പിന്നെ വിജയനെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ നമുക്കറിയാത്ത ഒരു വിജയനുണ്ട്, ഒരു പാവം, ഒരു നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവിയാണല്ലോ കേട്ടോ. നമ്മൾ കേരളം കണ്ടിട്ടുള്ള ആ ഒരു നാട്യമില്ല എന്നുള്ളൂ. മറ്റ് പലർക്കും, നമ്മുടെ ബുദ്ധിജീവികൾ പലരും ഞാൻ ലോകം എൻ്റെ ചുമലിലാണെന്നല്ല, എൻ്റെ തലയിലാണെന്നല്ല. പക്ഷേ വിജയനതില്ല. വിജയൻ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പിന്നെ ബുദ്ധിജീവിയാണ്. ഇത്രയധികം വായനയും ചിന്തയും. സോവിയറ്റ് യൂണിയൻ്റെ പതനം മുമ്പ് തന്നെ പ്രവചിച്ച ആളാണ്, വളരെ മുമ്പ് തന്നെ വീഴാൻ പോവുകയാണെന്നല്ല. അപ്പം അതൊന്നും അങ്ങനെ ഒരു ഭാഗത്ത് അഗാധമായിട്ടുള്ള ചിന്തകൾ, ലോകവീക്ഷണങ്ങൾ, അറിവ്, മറുഭാഗത്ത് വളരെയധികം പിന്നെ ദുർബലൻ, എല്ലാറ്റിനും ഭയപ്പെടുന്ന ഒരാൾ. അതാണ് വിജയൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വം നമുക്ക് വരച്ച് കാണിക്കണം. ഒരു നോവൽ എഴുതേണ്ടതാണ്. ഞാനതില്ല, എന്നോട് പറയണ്ട. ഇനി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മാതൃഭൂമിന്ന് ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ ഫോൺ കോൾ വരും OV വിജയനെ പറ്റി. ഇപ്പം പറയുന്നുണ്ട് രണ്ടാം ഭാഗം എഴുതണം എംബസിക്കാരൻ. അതെ, ഇപ്പം തുടങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ സമ്മർദ്ദം നല്ലതാണ് കേട്ടോ. സമ്മർദ്ദം ഇല്ലെങ്കിൽ ഒന്നും എഴുതില്ല നമ്മൾ ചിലപ്പം. അങ്ങനെയുണ്ട്.